ഹാലലുയ. വേഗം വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയം മുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. യേശു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യോഹന്നൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, ഈ വചനം നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും അവനെ ഭൂതമുണ്ട്, അവൻ ഭൂതസ്ഥൻ ആകുന്നു, അവൻ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. മറ്റു ചിലർ, ഇത് ഭൂതസ്ഥൻ്റെ വാക്കല്ല, ഭൂതസ്ഥന് കുരുടരുടെ കണ്ണുകൾ തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ യേശു കർത്താവ് നല്ല ഇടയനാണ്. മഹാപരിശുദ്ധനും സ്വർഗീയ നല്ല ദൈവമേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ജനത്തോട് അവിടുന്ന് സംസാരിക്കണം, ഇടപെടണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. റോസ മാനഹത്ത രൂപ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ലിടയൻ ആകുന്നു. നല്ലിടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയൻ ആടുകളെ ഉടമസ്ഥനല്ലാത്ത കൂലിക്കാർ ചെന്നായി വന്ന് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവർ കൂലിക്കാരന് ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനല്ലോ. ഞാൻ നല്ല ഇടയനാകുന്നു. ഞാൻ നല്ല ഇടയൻ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നല്ലിടയനായ ക്രിസ്തുവിനെ, ആ ഇടയനെ നീ ഒന്ന് സ്വീകരിക്കുവാൻ, ഒന്ന് അംഗീകരിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ആ ഇടയൻ്റെ മനോഭാവം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധിക്കുന്നുവെങ്കിൽ, നീ ഒരു അത്ഭുത വ്യക്തിയായി, നീ ആത്മീയ മണ്ഡലത്തിൽ ഉയർന്ന വ്യക്തിയായി സ്വർഗദേശത്തേക്ക് പോകുവാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ പരീക്ഷന്മാരും ശാസ്ത്രികളും ഈ കാലഘട്ടത്തിലും പള്ളികളിലും ചർച്ചകളിലുമുണ്ട്. അവരുടെ സ്വഭാവം ഇതാണ്. ഒരു ഇടയനെ സംബന്ധിച്ചോളം 3-4 സെക്ഷൻ ആടുകളുണ്ട്. ചില ആടുകൾ അനുസരിക്കുന്ന ആടുകളുണ്ട്, ചിലത് തിന്നാത്ത ആടുകളുണ്ട്. എന്ന് പറഞ്ഞാൽ സ്തുതിക്കാതെയും ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ആട്. മറ്റ് ഒരു ആട് മൗനമായിരിക്കുന്ന ആടുകളുണ്ട്. എന്നാൽ ഇടയനെ അനുസരിക്കാത്ത ചില മുട്ടാടുകളുണ്ട്. ഇന്ന് പല പ്രദേശങ്ങളിലും പല രാജ്യങ്ങളിലും കടന്നു പോകുമ്പോൾ ഈ മുട്ടാടിൻ്റെ സ്വഭാവം ഇടയൻ പറയുന്നത് അനുസരിക്കാതെ ഇടയനെ ആക്രമിക്കുവാൻ നോക്കുന്ന മുട്ടാടുകൾ ഇന്ന് അനേക സഭകളിൽ കാണുവാൻ സാധിക്കും. അവർ ഉന്നത മനോഭാവമുള്ളവരാണ്. അവർ സ്വയമായി പറയുന്നു, ഞാൻ നീതിമാനാണ്, മറ്റുള്ളവൻ അങ്ങനല്ല, ഞാൻ ദശാംശം കൊടുക്കുന്നവനാണ്, ഞാൻ സഭയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണ്. എൻ്റെ പ്രിയ അൻപ് സഹോദര, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നീ എന്തെല്ലാം കൊടുത്താലും നീ സ്വർഗദേശത്തേക്ക് കടന്നു പോകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് അതിനെ കീഴ്പ്പെട്ട് നീ മുന്നോട്ട് പോയാൽ സ്വർഗരാജ്യത്ത് പോകുവാൻ സാധിക്കും. യോഹന്നൻ്റെ സുവിശേഷം 10:22 മുതൽ വായിക്കുമ്പോൾ നമുക്ക് മറ്റൊരു സംഭവം കാണുവാൻ സാധിക്കും. അനന്തരം യെരുശലേമിൽ പ്രതിഷ്ഠാത്സവം ആചരിച്ചു. അന്ന് തിരുശീലമായിരുന്നു. യേശു ദേവാലയത്തിൽ ശലോപിൻ്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നീ എത്രത്തോളം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു? നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറയുക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ,
ഈ പരീശന്മാർ, ശാസ്ത്രിയന്മാർ കർത്താവിൻ്റെ ആട്ടിൻ്റെ കൂട്ടത്തിലുള്ളവരല്ല. ആ നല്ലിടയനായ യേശു പറയുന്നു, അവർ എൻ്റെ ആട്ടിൻ്റെ കൂട്ടത്തിലുള്ളവരല്ല, അവർ മറ്റ് ആടുകളാണ്, അവർ അനുസരിക്കാത്ത ആടുകളാണ്. എൻ്റെ ആടാണെങ്കിൽ എൻ്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമേ, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല ഇയാൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നല്ലിടയനായ യേശുവിനെ നീ അനുസരിച്ചാൽ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ഇന്നൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ, ആ നല്ലിടയനായ യേശു, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയില്ല. അവ തന്നിരിക്കുന്നത് എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. ഞാൻ പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തം നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാകുന്നത് കൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുൾപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവഴുത്തിൽ നീക്കം വരുന്നു കൂടെയില്ലയോ? ഞാൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തിയെ ചെയ്യുന്നുവെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട ചെയ്യുന്നു. എങ്കിലോ എന്നെ വിശ്വസിക്കാതിരിക്കുന്നതിലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്നും നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പിൻ. അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി, അവനോ അവൻ്റെ കയ്യിൽ നിന്നും ഒഴിഞ്ഞുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നല്ലിടയനായ യേശുവിനെ പോലെ നിങ്ങളുടെ സഭ നേതൃത്വത്തെ, നിങ്ങളുടെ സഭയെ നയിക്കുന്ന ഇടയന്മാരെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നിത്യജീവനെ നേടുവാൻ നമുക്ക് സാധിക്കും. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നീ കോലാടിനെ പോലെയാണോ അതോ അനുസരണയില്ലാത്ത ആടിനെയാണോ? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്ത് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എൻ്റെ നീതിപാതകളിൽ എന്നെ നടത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവ നിൻ്റെ ഇടയനാകണമെങ്കിൽ യഹോവയുടെ വാക്കുകൾ, ആ യേശു കർത്താവിൻ്റെ വാക്കുകൾ നീ അനുസരിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയും അനുഗ്രഹവും മറ്റുള്ളവരെ ആദരിക്കുവാനും സാധിക്കും. യഹോവ എൻ്റെ ഇടയനാകണം. നീ കർത്താവിന് ഇടയനായി അംഗീകരിക്കുവാൻ സാധിക്കണം. കർത്താവെ, നീ അങ്ങൻ്റെ ഇടയനാണ്, അങ്ങൻ്റെ നാഥനാണ്, ഞാൻ ആടാണെന്ന് ആര് പറയുന്നുവോ, ആര് ഏറ്റെടുക്കുന്നുവോ, അവിടാണ് ഇടയൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നത ഭാവങ്ങളെല്ലാം വിട്ട് നമ്മൾ ഈ ഭൂമിയിലെ വാസം 70 അല്ലെങ്കിൽ 80 വർഷം അല്ലെങ്കിൽ 90 വർഷം, അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ഒന്നും കൊണ്ടുപോകുവാൻ സാധ്യമല്ല. എന്നാൽ ആ നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ വാക്ക് അനുസരിച്ചാൽ അതേ നിനക്ക് മുട്ടില്ലാതെ, നിനക്ക് പ്രശ്നങ്ങളില്ലാതെ പരിപാലിക്കുന്ന ഒരു നല്ല ഇടയനായ കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. നീ ദേശത്ത് വെളിച്ചമുള്ളവനായി മാറും. നീ അനേകർക്ക് വെളിച്ചം പകരുന്നവനായി മാറുവാൻ സാധിക്കും. എൻ്റെ പ്രിയ സഹോദരന്മാരെ, അതേ പിശാച് വന്നത് അതേ മുടിപ്പാനും അറുപ്പാനുമാണ്. അതേ എന്നാൽ യേശു കർത്താവ് വന്നതോ ജീവൻ നൽകുവാൻ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലയോ കള്ളൻ വരുന്നത്. യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ലിടയനാകുന്നു. നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. എൻ്റെ പ്രിയ സഹോദര, നിൻ്റെയും എൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി
അവൻ 2024 വർഷങ്ങൾക്ക് മുമ്പേ ക്രൂശിക്കപ്പെട്ട ആ നല്ലിടയനായ യേശുവിനെ നീ ഒന്ന് സ്വീകരിക്കുവാൻ, നീ ഒന്ന് ഏറ്റെടുക്കുവാൻ ഇന്ന് തയ്യാറാകുന്നുവെങ്കിൽ അത് നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ആ ഇടയനെ ഇന്ന് അനുസരിക്കുവാൻ തയ്യാറെടുക്കുന്നുവോ? വെളിപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടുകൂടെയും അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം ലഭിക്കും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. നിൻ്റെ ഹൃദയമായ വാതിൽക്കൻ്റെ മധ്യയിൽ നല്ലിടയവനായ ക്രിസ്തു വന്ന് മുട്ടുകയാണ്. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ പരീക്ഷനും ശാസ്ത്രീയനെ പോലല്ല, നീ സമ്പന്നനെ പോലല്ല സംസാരിക്കേണ്ടത്. ആ നല്ല ഇടയനായ കർത്താവിൻ്റെ മുന്നിൽ നീ ഒന്ന് സലണ്ടറാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ആ നല്ലിടയനായ കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയൻ. ഇതുപോലൊരു ഇടയനെ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല. ആ ഇടയനാണ് നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നത്. എൻ്റെ പ്രിയ സഹോദര, ആ ഇടയൻ്റെ ശബ്ദം നീ ഒന്ന് അനുസരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് ഇടയനെ സ്വീകരിക്കാത്തവർ, ഇടയവരെ അംഗീകരിക്കാത്ത അനേക ആടുകളുണ്ട്. അതിലൊരു ആടുകളാണ് നമ്മൾ വായിച്ച 10:19 യോഹന്നാൻ. ഈ വചന നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ ഭിന്നതയും ഉണ്ടായി. അവർ പലരും അവനെ ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവൻ്റെ വാക്ക് കേൾക്കുന്നത് എന്തിനെന്ന് പറഞ്ഞ് മറ്റു ചിലർ ഇവർ ഭൂതഗസ്തൻ്റെ വാക്കല്ല, ഭൂതഗസ്തന് കൂടന്മാരുടെ കണ്ണുകളെ തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നല്ലിടയനായ ക്രിസ്തുവിൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, അവൻ്റെ വചനമനുസരിക്കുന്നു, അത് പാലിക്കുവാൻ സാധിക്കുന്നു. എന്നാൽ നല്ലിടയനായ ക്രിസ്തുവിനെ അറിയാത്ത അനേക മുട്ടാടുകളുണ്ട്. അവരാണ് ഈ യേശുവിനെ പരീക്ഷിക്കുവാനും യേശുവിൻ്റെ വാക്കിൽ കൊടുക്കുവാനും നോക്കുന്നത്. അന്ന് ഈ സൈസിലെ ആടുകൾ ഇന്നും പല ദേവാലയങ്ങളിലുമുണ്ട്. അവർ പലരും ശൗലിനെ പോലെ അഭിഷേകം നഷ്ടപ്പെട്ടവരാണ്. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മാനസാന്തരപ്പെടുവാൻ. എൻ്റെ പ്രിയ അൻപ് സഹോദരന്മാരെ, നീ നല്ലിടയനായ ക്രിസ്തുവിനെ அதை സ്നേഹിക്കുവാൻ, അവൻ്റെ വചനം താല്പര്യപ്പെടുവാൻ സാധിക്കുന്നുവെങ്കിൽ അവൻ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. അതേ, ഞാൻ വാതിൽക്ക് വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. എന്നെ കേൾക്കുന്ന ആ യേശു കർത്താവ്, നല്ലിടയനായ കർത്താവ് പറയുന്നു, അത് ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. എൻ്റെ പ്രിയ സഹോദര, ആ നല്ലിടയനായ യേശു നിൻ്റെ ഹൃദയമായ വാതിൽക്കൽ മുട്ടുന്നു. നീ അവന് അല്പസ്ഥലം കൊടുക്കുവാൻ, ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അല്പ ഇടം കൊടുക്കുവാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ അതേ, നീ ലോകത്തിൽ ഒരു അത്ഭുത വ്യക്തിയായി മാറും. നിൻ്റെ കുടുംബത്തിൽ സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും. അതേ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം എൻ്റെ നീതിപാതകളിൽ എന്നെ നടത്തുന്നു. അതേ, യഹോവ എൻ്റെ ഇടയനാകുന്നു, അവൻ എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതേ, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായി അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും.
എൻ്റെ പ്രിയ സഹോദരന്മാരെ, യേശു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ലിടയനെ അനുസരിക്കുവാൻ പെടട്ടെ. ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.